കത്തിന്റെ കാര്യം മാത്രമല്ല, അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞ ഒരു വാക്കല്ല. പ്രസംഗത്തിൽ തലേദിവസം പറഞ്ഞു, നമ്മൾ ആരും ഒന്നും പ്രതികരിച്ചില്ലല്ലോ. പ്രസംഗത്തിലും മുഖ്യമന്ത്രിയൊക്കെ സംസാരിക്കുമ്പോൾ കുറെ കൂടി മുഖ്യമന്ത്രിയാണ് സംസാരിക്കുന്നതെന്ന് ഓർത്ത് പറയുന്നതാണ് നല്ലത്. എന്നാലും പ്രസംഗത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അതൊക്കെ അങ്ങ് അവഗണിക്കുകയാണ് ചെയ്തത്. നമ്മൾ ആരും അത് ഏറ്റുപിടിക്കാൻ പോയിട്ടില്ല. പകരം ഞങ്ങൾ ഉയർത്തിയ വിമർശനം മറ്റൊന്നാണ്. ശ്രീ രേവന്ത് റെഡ്ഡി കേരളത്തിൽ വന്ന് കോൺഗ്രസിന് വോട്ട് പിടിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സംസ്ഥാനത്ത് 25 മാസമായിട്ട് പെൻഷൻ മുടങ്ങി കിടക്കുകയാണ്. 2 വർഷവും 1 മാസവുമായി സ്വന്തം നാട്ടിൽ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത ആള് കേരളത്തിൽ വന്നിട്ട് കോൺഗ്രസിനെ ജയിപ്പിക്കണം എന്ന് പറയാണ്. അതേപോലെ ഇവിടെയും ആക്കാനാണോ അദ്ദേഹം വോട്ട് ചോദിക്കുന്നത്? ആദ്യം അദ്ദേഹം സ്വന്തം നാട്ടിലെ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കട്ടെ. സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും മുടങ്ങി എന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ശമ്പളം കൊടുക്കട്ടെ. കിട്ടിയ അധികാരം ജനങ്ങൾക്ക് വേണ്ടി മര്യാദയ്ക്ക് ഭരിക്കാൻ ഉപയോഗിക്കട്ടെ. അതിനുശേഷം ഇത്തരത്തിലുള്ള വാചകങ്ങളുമായിട്ട് വരുന്നതാണ് ഉചിതം. ഇപ്പോ പ്രതികരിക്കാൻ കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ ലെറ്റർ ഹെഡിലാണ്. അതിന്റെ ഒരു ഔദ്യോഗിക സ്വഭാവമില്ലേ? മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ലെറ്റർ ഹെഡിൽ ഇത്തരം പരാമർശങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കുകയാണ് അദ്ദേഹം. അത് വളരെ അസാധാരണമാണ്, വിചിത്രമാണ്. ആ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹത്തിന് എത്രമാത്രം അർഹതയുണ്ട് എന്ന് അദ്ദേഹം പരിശോധിക്കട്ടെ.